കർക്കിടകത്തിൻ്റെ ഈർപ്പവും കുളിരും നിറഞ്ഞ നാളുകളിൽ തലമുറകളിലൂടെ കൈമാറിയെത്തിയ ഒരു പാരമ്പര്യ വിഭവമാണ് ഔഷധക്കോഴി. നല്ല വെട്ടിത്തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ കോഴിയെ നന്നായി മുക്കിയെടുക്കുകയാണ്. എല്ലാ ഭാഗവും നനയാവുന്ന തരത്തിൽ നന്നായി മുക്കി കുളിപ്പിച്ചെടുത്ത കോഴിയെ നമ്മൾ തൂവലുകൾ ഓരോന്നായി വേഗം അഴിച്ചു മാറ്റുകയാണ്. അതിനുശേഷം ബാക്കി വന്ന രോമങ്ങൾ കരിയിച്ച് കളയുകയാണ്. എല്ലാ സൈഡും ഒരേപോലെ കരിയിച്ച് കളയുകയാണ്. അതിനുശേഷം വീണ്ടും രോമങ്ങളെല്ലാം പറിച്ച് കളഞ്ഞ് നന്നായി വൃത്തിയായി കുളിപ്പിച്ചെടുക്കുമ്പോൾ നല്ല കല്ലുപ്പിട്ട് നന്നായി എല്ലാ ഭാഗങ്ങളും തേച്ചൊരച്ച് കുളിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ കോഴിയെ വൃത്തിയാക്കി കണ്ടോ, എൻ്റെ കയ്യിൽ 2 കോഴിയുണ്ട്. ഇനി നമ്മളത് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നുറുക്കിയ ചിക്കൻ ഒരു കലത്തിലേക്ക് മാറ്റി വെള്ളം ഒഴിക്കാതെ അതിന് മുകളിലേക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും സമമളവിൽ ചതച്ചത് ഇടുകയാണ്. അതിനുശേഷം നമ്മൾ അടുപ്പത്ത് വെച്ച് വേവിക്കാൻ വെക്കുന്ന ചിക്കൻ എല്ലുമെന്ന് വിട്ട് കഴിയുമ്പോൾ, ഒരു തള തിളയ്ക്കുമ്പോൾ നമ്മൾ കക്കും കറലൊക്കെ ഇടും. എല്ലുമെന്ന് വിട്ട് കഴിയുമ്പോൾ നമ്മളത് ഒരു ഉരുളിയിലേക്ക് മാറ്റുകയാണ്. ഇളക്കാൻ സുഖത്തിനാണ് ഉരുളിയിലേക്ക് മാറ്റുന്നത്. ഉരുളിയിലേക്ക് ഇട്ട ചിക്കനിലേക്ക് 1 കുപ്പി നെയ്യ് നമ്മൾ ഒഴിക്കുകയാണ്. 1 കുപ്പി നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ ഒപ്പം തന്നെ വെളിച്ചെണ്ണയും നല്ലെണ്ണയും ചക്കിലാട്ടിയ നല്ലെണ്ണയും ഒഴിച്ച് ഒരു 2 സെക്കൻഡ് വേവാൻ വയ്ക്കുകയാണ്. അതിലേക്ക് ചൂടാക്കി പൊടിച്ച ചുക്ക്, കുരുമുളക്, തിപ്പല്ലി, മുലം, ജീരകം, പെരിഞ്ചീരകം, മല്ലി, മഞ്ഞൾ, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, തൈക്കോലം, ജാതിക്ക, ജാതിപത്രിക, ഇഞ്ചി എന്നിവ 52 ഔഷധ ചേരുവകൾ ചേർത്ത് നന്നായി വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വേവിച്ചെടുത്ത ചിക്കനിൽ നിന്നും നമ്മൾ നെയ്യ് മാറ്റി വെച്ചിട്ട് നമുക്ക് പല ഭക്ഷണത്തിലും ചേർക്കാവുന്നതാണ്. ഔഷധക്കോഴി റെഡിയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ പൊടിയൊക്കെ ലഭിക്കണമെങ്കിൽ നമ്മുടെ ആയുർവേദ ഷോപ്പുകളിലൊക്കെ ഇപ്പോൾ പാക്കായിട്ട് ലഭിക്കും. ഓക്കെ, താങ്ക് യു. ചമ്മന്തി പലകയിൽ ചുവന്നുള്ളി, വെളുത്തുള്ളി, കാന്താരിമുളക്, ഉപ്പ് എന്നിവ ചേർത്ത് പതിയെ അരച്ചെടുക്കുന്നു. തുടർന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് വീണ്ടും നന്നായി യോജിപ്പിക്കുമ്പോൾ നാടൻ ചമ്മന്തിയുടെ തനിമയും മണവും ഉണരുന്നു. അമ്മമാരുടെ കൈപുണ്യവും പഴയ അടുക്കളയുടെ ഓർമ്മകളും നിറഞ്ഞ ഈ ചമ്മന്തി ഉപ്പ് ചേർക്കാതെ തയ്യാറാക്കുന്ന ഔഷധക്കോഴിക്കൊപ്പം രുചിയുടെ സമതുലനം നൽകാൻ നാടൻ ഉണക്കമീൻ വറുത്തതും കൂട്ടുന്നു. തീയിൽ മെല്ലെ വറുത്ത ഉണക്കമീൻ പുകയും മണവും ഔഷധക്കോഴിയുടെ തനതായ സ്വാദിനോട് ഇഴചേർന്ന് മറക്കാനാവാത്ത ഒരു ഭക്ഷണാനുഭവം സമ്മാനിക്കുന്നു. നമ്മുടെ പൂർവികർ കൈമാറിയ ഈ ഭക്ഷണ രീതിയുടെ രുചിയും പാരമ്പര്യവും ഒരുമിച്ച് നിറഞ്ഞു നിൽക്കുന്ന ഈ സ്വാദ് നിങ്ങൾക്കും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ.